അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസമാണ് സ്കൂളിലുള്ള എല്ലാവരും അറിയാൻ വരും ഇന്നലെ രാത്രി ഹുവാൻ ജിങ്ഷി സോങ്ങിനെ കള്ളന്മാരെന്ന് ഉപദ്രവിച്ചായിരുന്നെന്ന്. അങ്ങനെ അതുകൊണ്ട് ഷീഷയുടെ കൂടെ പഠിക്കുന്ന പെങ്കൊച്ചും ഇന്നലെ ഇവളെ ഹുവാൻ തിരക്കി കുറെ സമയം വെയിറ്റ് ചെയ്യുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഷീഷിയും അവളെ ഓർത്ത് വിഷമിച്ച് അവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇതേസമയം ഇവിടെ സാർമാരോട് ഇവർ മൂന്നുപേരും കൂടെ കംപ്ലൈന്റ് ചെയ്യും ആ കള്ളന്മാർ എങ്ങനെ പിടിച്ച് ജയിലിടണമെന്ന്. അതുകൊണ്ട് സാറാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളതിന് നിങ്ങളെയൊക്കെ ആരാടെ കറങ്ങാൻ പറഞ്ഞെന്നറിഞ്ഞ് സാർ ഇവരെയൊക്കെ വാൺ ചെയ്യും. അങ്ങനെ പിള്ളേർ രാത്രി പോകുന്ന സേഫ്റ്റി ഇല്ലെന്ന് പറയുമ്പോൾ ജിങ്ഷിയാണ് ഞാനുള്ളപ്പോ ഒരു സീൻ നടക്കത്തില്ല സാറെന്ന് പറഞ്ഞ് അവൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കും. അപ്പരാണ് സാറും എടാ ഞാൻ എല്ലാ കാര്യം അറിഞ്ഞായിരുന്നു, നിന്നെ എല്ലാ കള്ളന്മാര് കഴുത്തും പിടിച്ച് നിന്നെ പഞ്ഞിക്കിട്ട, എന്നിട്ട് നിനക്ക് ഇത്രയ്ക്കും ധൈര്യം എന്നിങ്ങനെ സാറും പറയുമ്പം ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് സാറ് ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? എടാ സോങ് നിനക്ക് സാറിനോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണോ? എന്നിന് അവന് നാണക്കേട് സഹിക്കാൻ പറ്റാതിരിക്കുമ്പം സാർ എന്തായാലും സ്കൂളിൽ വന്ന് ന്യായമായിട്ട് പറഞ്ഞതിന് ഇവർക്ക് സി മാർക്ക് ഇട്ടരാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവരെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോഴാണ് ജിങ്ഷിയാണ് നീ നടന്ന സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് സാറിനോട് ഷോ കാണിക്കാൻ പറ്റില്ലെന്ന് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അവിടേക്ക് വരുന്ന ഇവരുടെ ക്ലാസ് ലീഡറും ഇവർക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ജിങ്ഷി വീണ്ടും അവളുടെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പിരാണ് സോങ്ങും മതിയടന്നിട്ട് ചീഫ് ഷോ എന്ന് പറഞ്ഞിട്ട് അവനാക്കിക്കൊണ്ട് ഇവരെല്ലാം ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോകും. അപ്പിരാണ് ഹുവാനെ വിഷമിച്ച് കാണാമെന്ന ശീശി ഇപ്പൊ അവള് ക്ലാസ് ലീഡറായിട്ട് ഒരുമിച്ച് വന്നിട്ട് അവൾ അപ്സെറ്റായി അവിടെ നിന്ന് തിരിഞ്ഞു പോകും. എന്നിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് വന്ന് ഹുവാനാണ് ഇപ്പോഴും ശീശി എന്തോ ഒരു മെസ്സേജ് പോലെ അയക്കാത്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ചായിരിക്കും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന കൊച്ചിനോട് ചോദിക്കും ഡൂമാൻ ഞാൻ നിന്നോട് സംശയം ചോദിച്ചോട്ടെ, രണ്ടുപേർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാരണം ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നിന് ഇവളും ചോദിക്കുമ്പോൾ അവളാണ് ഞാൻ പഠിക്കാനോ വന്ന് അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയല്ല വന്നെന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് അങ്ങിരിക്കും. അതിനുശേഷം അവിടേക്ക് വന്ന് ലീഡറാണ് ഡൂമാൻ നല്ലോണം ഡാൻസ് ഒക്കെ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയും. കാരണം ഡാൻസ് കളിച്ച ഒരു പെങ്കൊച്ചാണ് വയ്യാതെ ആശുപത്രി കിടക്കുക. പക്ഷെ ഇത് കേൾക്കുന്ന അവളും എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവള് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ലീഡറും കുറെ പ്രാവശ്യം അവളോട് ചോദിച്ചു നോക്കും. അപ്പിനാണ് ഇതെല്ലാം കണ്ടിരുന്ന ഹുവാനാണ് നീ അവളെ വിളിക്കുന്നതും ഭേദം നിനക്ക് തന്നെ ഡാൻസ് കളിച്ചിടെന്ന് പറഞ്ഞിട്ട് ലീഡറിനോട് പറയും. കാരണം ഇവള് തന്നെ നല്ലോണം ഡാൻസ് കളിക്കുന്ന പെങ്കൊച്ച എന്നിട്ടാ ഇപ്പൊ ഡൂമാൻ വിളിക്കുന്നത്. അങ്ങനെ ആ കാര്യം ഹുവാനും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇവളാണ് കുറച്ച് ശരിയായിട്ട് ഞാൻ ഡാൻസ് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളു അല്ലാതെ ഇതുവരെ കളിച്ചിട്ടില്ല, എന്നെ കൊണ്ട് പറ്റുമോ ഹുവാൻ എന്നിന് ഇവളും ചോദിക്കുമ്പോൾ ഹുവാനും ഭയങ്കര കോൺഫിഡൻസോടെ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ഇവളെ ചലഞ്ച് ചെയ്ത് ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഇവളും ചെന്ന് പങ്കെടുക്കുമ്പോഴാണ് അവസാന ടാലന്റ് ഷോയിൽ ഇവർക്ക് സെക്കൻഡ് പ്രൈസേ കിട്ടത്തുള്ളു. അങ്ങനെ അതുകൊണ്ട് അവള് ഞാൻ കാരണല്ലേ സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സോറി പറയുമ്പോൾ അവന്മാരാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടുത്തും. അതിനുശേഷം അവൾ എങ്കിൽ പിന്നെ ഇതിന്റെ പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെലവെയാന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ശീശിയാണ് ഹുവാൻ ഇങ്ങനെ അവരോട് ഒരുമിച്ച് വന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹുവാൻ ഒരു സെക്കൻഡ് അവിടെ നിന്നിട്ട് പെട്ടെന്ന് ശീശിക്ക് മെസ്സേജ് അയച്ച് ഇവരുടെ കൂടെ ചെലവിന് വരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് കാണുന്ന ശീശിയാണ് അവൾ ആ ക്ലാസ് ലീഡറിന്റെ കൂടെ പോകുന്നുണ്ട്. ഇവൾ ആ മെസ്സേജ് എന്നിട്ട് റിപ്ലൈ ചെയ്യാതെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇവളും ഹുവാന് റിപ്ലൈ ചെയ്യാതെ എന്തായാലും മോശമായി പോയെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോൾ അവളെ ഓർത്ത് കുറെ ഫീൽ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഹുവാനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് അവൾക്ക് ഫോൺ വിളിക്കുമ്പോഴാണ് അതേസമയം അവള് ഇപ്പൊ സോങ്ങിന്റെ വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ അവള് ശീശയുടെ ഫോൺ എടുക്കുമ്പോൾ ഇവിടെ ശീശയും ഇവളുടെ മെസ്സേജ് കാണാത്തതിന് ഇപ്പൊ സോറി പറയും. അങ്ങനെ അതിനുശേഷം ഇവളിപ്പോ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹുവാനെ ഞാൻ വീട്ടിൽ എത്തി ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് ഇവൾക്ക് അവിടെ ക്ലാസ് ലീഡറിന്റെ സൗണ്ടും കേൾക്കും. അങ്ങനെ അതുകൊണ്ട് ശീശയാണ് അപ്സെറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ പഠിക്കാൻ മറ്റവളുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹുവാൻ അവളും ഉണ്ട് എങ്കിൽ പിന്നെ നീയും പഠിക്കാൻ വരുമെന്ന് പറഞ്ഞ് ശീശയെ വിളിക്കും. അപ്പോഴാണ് ശീശയും എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഹുവാനോട് മനസ്സ് മാറിയ ഇവള് പെട്ടെന്ന് അവളോട് ദേഷ്യത്തിലായി. അതിനുശേഷം അടുത്ത ദിവസം ഇന്റർവൽ സമയത്ത് ഇവരെല്ലാരും കൂടെ അടുത്തുള്ള കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇന്നലെ ഹുവാൻ ചോദിച്ചതിന് ഡൂമാൻ ഇപ്പൊ മറുപടി പറയും ഡിസ്റ്റൻസ് കാരണമൊന്നും ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്തില്ലെന്ന്. ഓരോ ഇവൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ കുറെ പാടുപെടണമെങ്കിൽ മിക്കവാറും ഫ്രണ്ടായിട്ട് വിചാരിക്കുന്ന വ്യക്തി ഇവൾക്ക് അത്ര ഇമ്പോർട്ടൻസ് തരുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് നിനക്ക് സന്തോഷമില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും അവസാനം ആ ബന്ധം നിലനിൽക്കത്തില്ലെന്ന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇതേക്കുന്ന ശീശിയും ഇവളെ കുറിച്ച് അവൾ പറഞ്ഞിട്ട് വന്നെന്ന് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ ദേഷ്യത്തെ എല്ലാം കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഹുവാനാണ് എന്നും പറഞ്ഞിങ്ങനെ പ്രശ്നം വന്ന ഫ്രണ്ട്ഷിപ്പ് ലവ് ഒക്കെ വിട്ടുകളയുന്ന മോശമെന്ന് പറഞ്ഞ് ഇവള് മറ്റവളോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും ശീശി കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശീശിക്ക് ഹുവാനോട് നല്ല ദേഷ്യമായി ഇവളുടെ ഫ്രണ്ട്ഷിപ്പ് കളയാൻ വേണ്ടി അവൾ നോക്കുവന്ന്. അങ്ങനെ അതിനുശേഷം അവളും ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹുവാൻ അവിടേക്ക് വന്ന് ഇവളുടെ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ശീശി അവൾക്ക് സംസാരിക്കാൻ വേണ്ടി സമയം കൊടുക്കുമ്പോൾ ഹുവാന് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായി എന്ന് പറഞ്ഞ് ശീശിക്ക് എന്തേലും ഇവളോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിക്കും. അപ്പനാണ് ശീശിയും എനിക്കൊന്നും ദേഷ്യമില്ല,
ഞാൻ എൻ്റെ അമ്മയായിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഇനി മേലെ നിന്നെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണ്ട, കാരണം എനിക്ക് പുറത്തോട്ടൊന്നും വരാൻ പറ്റത്തില്ല. എന്തിനാ ശീശിയും പറയുമ്പം ഇത് കേട്ട് ഹുവാനാണ് വിഷമിച്ചിട്ട്, ശീശി നീ എന്തോ പറയുന്നത്? അതിനർത്ഥം നമ്മൾ തമ്മിൽ ഇന്ന് കാണത്തില്ലെന്നാണ്. ഞാൻ എന്തായാലും തെറ്റ് ചെയ്തായിരുന്നു. എനിക്ക് മനസ്സിലായി. അന്ന് നീ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ലീഡറിനെ സഹായിക്കാൻ പോയി, അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് ശീശിയും, ഹുവാൻ അതൊന്നുമല്ല, നീയും ഞാനും വേറെ വേറെ ലോകോ. എനിക്കാകെ ഒരു ഫ്രണ്ടിന്റെ കൂടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ നിനക്ക് കുറെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. നിനക്ക് ജിങ്ഷി സോങ് ഡൂമാൻ ലീഡ് എന്ന് പറഞ്ഞ ഇത്ര ഫ്രണ്ട്സ് ഇല്ലേ, അത് ഞാനില്ലെങ്കിൽ ഇപ്പൊ എന്തോ കുഴപ്പം? എന്നിന് ഇവളും പറയുമ്പോൾ ഹുവാനും പക്ഷെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ശീശയോട് പറയും. അങ്ങനെ ക്ലാസ് മാറിപ്പോയാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ഹുവാനും പറഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കേട്ട് ശീശയും പുച്ചത്തി ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ നോക്കുന്നു. അപ്പൊ നീ ആ ഡൂമൻ പറഞ്ഞെല്ലാം മനസ്സിൽ കയറ്റിയെന്ന് തോന്നുന്നില്ല. ഹുവാൻ, എനിക്ക് നിന്നെ പോലെ കുറെ ആൾക്കാരോട് ഫ്രണ്ട്സ് ആകാൻ പറ്റത്തില്ല. എനിക്ക് നിന്റെ കൂടെ മാത്രം ഫ്രണ്ട് ആയാൽ മതി. ഞാൻ എന്റെ ഫ്രണ്ടിനോർത്ത് അസൂയപ്പെടുക. എന്നിനെ ശീശയും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, പക്ഷെ ശീശി നീ പറയുന്ന ഞാൻ നിന്റെ കൂടെ മാത്രം ഫ്രണ്ട് ആയാൽ മതി എന്നാണ്. പക്ഷെ ക്ലാസ് മാറിയതിനു ശേഷം നിനക്ക് അവിടെ കുറെ ഫ്രണ്ട്സ് കിട്ടി കാണത്തില്ലേ, അവരുടെ കൂടെ ഒക്കെ സംസാരിച്ച് എന്തോ തെറ്റ്? എന്നിന് ഇവൾ വഹിക്കുമ്പോഴാണ് അവളും, അവരൊക്കെ എന്റെ ജസ്റ്റ് ക്ലാസ്മേറ്റ്സാ, ഞാൻ ആകെ ഫ്രണ്ടായിട്ട് നിന്നെ മാത്രമേ കണ്ടുള്ളൂ. ഒരേശം നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിക്കത്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ വെറും ഒരു ക്ലാസ്മേറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഹുവാൻ, അപ്പ നമ്മൾ ഇനി ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷിയാണ് ഇവളെന്തിനാ കരയുന്നതെന്ന് പറഞ്ഞിട്ട് അവന് പുറകെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്തിരിക്കുന്ന ഡൂമാനായിരിക്കും ടിഷ്യൂ പേപ്പർ കൊടുത്ത് ഇവളെ സമ്മാനപ്പെടുത്തുന്നത്. എന്നിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവർ മൂന്നുപേരും പുറത്തുനിന്ന് സംസാരിക്കുമ്പോഴാണ് ഹുവാനാണ് അവളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ കാരണം ജിങ്ഷിയാന്ന് പറയും. അതുകൊണ്ട് അവനാണ് ഇത് ഷോക്കായിട്ട്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്ത? നീ എപ്പോഴും കുറ്റമല്ല എന്റെ ഭാഗത്ത് വയ്ക്കുന്നത്. എന്നിന് അവനും പറയുമ്പോൾ സോങ് ഇവളെ സമ്മാനപ്പെടുത്താൻ വേണ്ടി എന്തായാലും സ്കൂളിൽ പഠിക്കുന്നവരെ ഫ്രണ്ട്സേ കാണത്തുള്ളൂ, പിന്നെ ഫ്യൂച്ചർ ഇവള് തന്നെ എല്ലാവരും മറന്നിട്ട് പുതിയ ഫ്രണ്ട്സിനെ കൊപ്പിക്കുന്ന പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ജിങ്ഷിയാണ്, എന്തുവാടാ ഫ്യൂച്ചർ? ഹുവാൻ, ഇവൻ പറയും നീ ഒന്ന് വിശ്വസിക്കല്ലേ, നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കും. എനിക്ക് മനസ്സിലായത് ശീശി നീ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന്റെ ജലസായതാ, അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അതിനുശേഷം നിങ്ങൾ രണ്ടൊരു കട്ട ഫ്രണ്ട്സ് അല്ലേ? എന്നിന് അവനും പറഞ്ഞിട്ട് നൈസിനെ സോങ്ങിനെ അടുപ്പിച്ച് രാത്രി അവന്റെ വീട്ടിൽ എന്തോ ഫുഡും ജയിക്കും. അതോടെ സോങ് ആണ്, നീ പഠിക്കാനാണോ അല്ല വെട്ടി വിരുങ്ങാനാണോ വരുന്നതെന്ന് പറഞ്ഞ് അവനെ ചീത്ത വിളിച്ചോണ്ടങ്ങ് പോകും. അങ്ങനെ രാത്രി സോങ്ങിന്റെ വീട്ടിൽ ഇവെല്ലാം പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പുറത്ത് ടിയാന്റെ അച്ഛനാണ് അവനായിട്ട് കുറെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. പഠിത്തത്തിൽ സോങ്ങിനേക്കാൾ എന്തിനാ സെക്കൻഡ് വന്നിന്ന്. അതേസമയം അവന്റെ അമ്മ അവന് സപ്പോർട്ടാ. അങ്ങനെ അവര് പറഞ്ഞു നോക്കിയാലും അവന്റെ അച്ഛനാണ് ഉള്ള ദേഷ്യം അവനോട് തീർത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കുന്ന ജിങ്ഷി അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഹലോ അങ്കിൾ, ടിയാ ഫ്രീ ആണെങ്കിൽ കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവനൊന്ന് പറഞ്ഞയക്കാവോ? എന്നിട്ട് അവനെ വിളിക്കുമ്പോൾ അവന്റെ അമ്മ ഇതാ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയാണ് അവനോട്, ഞാനിപ്പോ ഇതിനെ സഹായിച്ചത് നീ പെട്ട് കടന്നതിനെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം ഇവിടെ അവനാണെന്ന് മനസ്സിലാവാതെ, ഞാൻ അച്ഛൻ്റെ അടി വാങ്ങിച്ചത് നിങ്ങളെല്ലാം കണ്ടതുകൊണ്ട് കളിയാക്കാൻ പോണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവനെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ജിങ്ഷിയും, എന്റെ അച്ഛനെക്കാളും ഡേഞ്ചർ ആണല്ലോ ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അവ അടി വാങ്ങിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടിയാനെ വെറുപ്പിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് അവ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവരെല്ലാരും കൂടെ ചുമ്മാ പോയി അടി വാങ്ങിക്കാതെ ഇവിടെ കുത്തിരിടാന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചങ്ങ് ഇരുത്തും. അങ്ങനെ അതിനുശേഷം ഹുവാനും, നിങ്ങൾ സംസാരിക്കുന്ന നല്ല ഫ്രണ്ട്സ് പോലെയാന്ന് പറയുമ്പോൾ ജിങ്ഷിയാണ്, ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒരു നല്ല സ്ഥാനം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് നഗർന്നോയെന്ന് പറയും. അപ്പോഴാണ് ടിയാനും, ഒന്ന് പോടേർക്കാ, നിങ്ങളൊക്കെ എന്നെ മൈൻഡ് ചെയ്യാത്ത. ഏതിന് അവനും പറയുമ്പോഴാണ് ജിങ്ഷിയും, നീ എല്ലാ സമയത്ത് പഠിക്കണമെന്ന് വീട്ടിൽ കുത്തിയിരുന്ന പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവരെല്ലാരും കൂടെ വേണം ടിയാനും കൂടെ കമന്റ് സ്റ്റേജ് നടത്താൻ വേണ്ടി പറയും. അങ്ങനെ രണ്ട് ടോപ്പേഴ്സും ചേർന്ന പൊളിയായിരിക്കുമെന്ന് ഹുവാനും ചോദിക്കുമ്പോഴാണ് ജിങ്ഷിയും, നീ സമ്മതിക്കട സോങ് എന്ന് പറഞ്ഞ് അവനെ സിഗ്നൽ കാണിക്കും. അങ്ങനെ അതുകൊണ്ട് സോങ്ങും ടിയാനെ സമ്മാനപ്പെടുത്താൻ വേണ്ടി, ടിയാൻ ഇംഗ്ലീഷ് പൊളിയായതുകൊണ്ട് ഇവനും കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ടിയാനും കുറച്ച് ജാടയോടെ, എനിക്ക് ഇംഗ്ലീഷ് നിന്റെ അത്രയൊന്നും വരത്തില്ലടേ, കൂടാതെ എന്റെ അമ്മ എന്നെ പോകാൻ സമ്മതിക്കത്തില്ല. എന്നിന് ഇവനും പറയുമ്പോൾ ഇത് കേട്ട് ജിങ്ഷിയും, അമ്മയുടെ മോൻ ചുമ്മാ അല്ല നീ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന. എന്നിന് ഇവനും പറഞ്ഞ ഉടനെ ടിയാനാണ് ദേഷ്യത്തി, പിന്നെ നീ നിന്റെ അമ്മയുടെ മോനല്ലാടാ, എന്റെ അമ്മ എനിക്ക് വേണ്ടി പക്ക പ്ലാനാ ചെയ്ത് തന്നേക്കുന്നത്. അതായത് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ അമ്മയെ കിട്ടാൻ നിനക്കൊക്കെ ഭാഗ്യം വേണം. നിന്നെ പോലെ മണ്ടന്മാരെ പാരന്റ്സ് ചെയ്യുന്നൊന്നും അറിയാതെ വഴക്കുണ്ടാക്കുന്ന. എന്നിന് ഇവനും പറയുമ്പോൾ ജിങ്ഷിയാണ് ദേഷ്യത്തി, നീ ആരാടെ മണ്ടാന്ന് വിളിക്കുന്നത്? ഞാനിപ്പോ നിന്നെ സഹായിച്ചു, അത് ഓർമ്മ വെച്ചോ? എന്നിന് ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് അവസാനം ടിയാൻ ഞാൻ പോവാൻ മണ്ടാന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഇവരുടെ സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് ഇവെല്ലാം റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവെല്ലാം ഹാപ്പി ആയിട്ട്, ഫീൽഡ് ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് മുമ്പത്തെ ട്രിപ്പ് പോലെ അടിച്ചു പൊളിക്കാൻ പറഞ്ഞിരിക്കും. അതേസമയം ജിങ്ഷി ഇവിടെ പുതിയ ക്യാമറ കാണിച്ചുകൊണ്ട് അവരുടെ ഫ്രണ്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാരും തന്നെ ക്യാമറ കണ്ട് മൈൻഡ് ചെയ്യാതെ ഇവൻ ആ ക്യാമറ എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം അവസാനം ഹുവാനെയൊക്കെ റെക്കോർഡ് ചെയ്ത് ഇവള് ട്രിപ്പിന് പോകാൻ എക്സൈറ്റ് ആണെന്ന് പറഞ്ഞ് അവൻ എല്ലാവരും റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവര് ട്രിപ്പിന് പോകുമ്പോഴാണ് ഇവർക്കെല്ലാം മനസ്സിലാവുന്ന ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന ഇവരുടെ ട്രിപ്പ് എന്ന്. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും അടുത്ത ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹുവാൻ ഗ്രാമത്തിൽ ജോലിയൊക്കെ ചെയ്തോണ്ട് അവൾക്ക് ഇതൊക്കെ ഈസിയാന്ന് പറഞ്ഞ് എല്ലാവരും പഠിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ ഷോക്കായി, ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഞാൻ സീഷു ഗ്രാമത്തിൽ നിന്ന് വന്ന കാര്യമൊക്കെ നിങ്ങളൊക്കെ മറന്നെന്ന് പറഞ്ഞ് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തതും ജിങ്ഷിയും
ഇവളുടെ ഷോയൊക്കെ ഒന്ന് റെക്കോർഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് അവന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന സത്യത്തിൽ സോങ് ഹുവാന്റെ അടുത്തുള്ളപ്പോ അവന്റെ ഫേസിൽ ഒരു സന്തോഷം ഇവന് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സോങ്ങിന് വന്ന മാറ്റം ഇവിടെ ജിങ്ഷി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവർ തന്നെ ഇവർ കഴിക്കാനുള്ള ഫുഡൊക്കെ പാചകം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹുവാനായിരിക്കും മാക്സിമം മെയിൻ ഡിഷ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. അതേസമയം ഡൂമാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ നീ പഠിക്കണമെന്ന് പറഞ്ഞ് ജിങ്ഷി ഷോക്കായി പോകും. അങ്ങനെ അതിനുശേഷം സോങ്ങും ഹുവാന് പാചകത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ അവളുടെ കൂടെ തന്നെ ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇതൊക്കെ ജിങ്ഷി ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അടുത്തിരുന്ന ലീഡറും ഇവരെ കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് സ്റ്റോറിയിലെ ഹീറോയിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ടിയാനാണ് നിനക്ക് എപ്പം നോക്കിയാലും റൊമാൻസുകളെന്ന് പറഞ്ഞിട്ട് അവന് കളിയാക്കിക്കൊണ്ട് ഇവിടെ ജിങ്ഷിയുടെ ക്യാമറ ഉണ്ട് സാറേ എന്ന് പറഞ്ഞ് അവനങ്ങ് വിളിച്ചു പോകും. അതോടെ ജിങ്ഷി അവനിട്ട് ഓടിച്ചോണ്ടിരിക്കും. അങ്ങനെ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ഇവരൊക്കെ ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് ക്ലാസ് ലീഡറും പറയുമ്പോൾ അവന്മാരെല്ലാരും കൂടെ ഞങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്മാറും. അപ്പോഴാണ് അവളും ഇത് ചുമ്മാ ചീട്ട് കളിയൊന്നുമല്ല ട്രൂത്ത് ഓർ ഡെയർ ഗെയിം എന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ ഈ കളി പങ്കെടുപ്പിക്കും. അപ്പോഴാണ് സോങ് ആണ് കഴിച്ചത് അവന് വയറിളകിയതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ മത്സരത്തി ജിങ്ഷി തോറ്റതുകൊണ്ട് അവരൊക്കെ ഇവനോട് ചോദിക്കും ഇവനെ ക്ലാസ്സിൽ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്ന്. അങ്ങനെ അവരൊക്കെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ജിങ്ഷിയും പെട്ടെന്ന് അതെന്റെ അളിയൻ സോങ്ങാന്ന് പറയും. അപ്പോഴാണ് ലീഡറും ഇതൊക്കെ ചീറ്റിങ്ങ നീ ഗേൾസ് ആരോട് ഒരാൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളും കുറച്ച് ഇൻട്രസ്റ്റോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും കളിക്കുമ്പോൾ വീണ്ടും ജിങ്ഷി ആയിരിക്കും തോറ്റു വന്നത്. അങ്ങനെ അതുകൊണ്ട് വീണ്ടും അവൻ ആ ചോദ്യം വരുമ്പോൾ ഇവനങ്ങനെ പ്രത്യേകിച്ച് ആരോട് ഇരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറയും. പക്ഷെ അവരൊക്കെ ഫോഴ്സ് ചെയ്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു പറ്റില്ലെന്ന് പറയുമ്പോൾ ഇവനെ ലീഡറിനെ തന്നെ ചൂസ് ചെയ്ത് അവളുടെ അടുത്ത് ഇരിക്കാൻ ആഗ്രഹം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഇവിടെ മൊത്തം സന്തോഷത്തി ഇവിടെ നാണിച്ചിരിക്കുക. അങ്ങനെ അതിനുശേഷം അടുത്ത മത്സരത്തിൽ ഹുവാൻ തോറ്റുമ്പോഴാണ് ജിങ്ഷിയാണ് അവളോട് ചോദിക്കും നിന്നെ ക്ലാസ്സിൽ മാസമായിട്ട് തോന്നുന്ന ഒരു വ്യക്തി ആരാണെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞാനാന്ന് പറഞ്ഞോന്ന് അവന് സിഗ്നൽ കാണിക്കുമ്പോൾ ഹുവാനാണ് അവൾക്ക് സോങ്ങാ തോന്നിയെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സോങ്ങും നിങ്ങളൊക്കെ എന്തോ സംസാരിക്കുന്ന പറഞ്ഞ് അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ഹുവാൻ പെടുന്ന ശരിയായിട്ട് അവൾ പെടുന്ന ടോപ്പിക് അങ്ങ് പറ്റും. അങ്ങനെ അതിനുശേഷം സോങ്ങിന്റെ കാർഡ് എന്തോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഈ മത്സരത്തിൽ ആദ്യം തന്നെ തോറ്റുപോയ സോങ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ ഇവനോട് ചോദിക്കുമ്പോഴാണ് ഇവിടെ സോങ് ആണ് ജിങ്ഷിയുടെ ചെവിയിൽ അവന് വീണ്ടും വയറിളകുമെന്ന് പറയും. അപ്പോഴാണ് ജിങ്ഷി പെടുന്ന ശബ്ദത്തിൽ എടാ ഇപ്പോഴല്ലേ നീ തൂറിയിട്ടൊന്ന് അതിനുമ്പ് നിനക്ക് വീണ്ടും പോണോ എന്നിന് ഇവനും പറഞ്ഞ ഉടനെ ഇവിടെ സോങ് ആണ് മൊത്തം നാണം കിട്ടുപോയി. അതിനെ ശിവെല്ലാരും കൂടെ ഞങ്ങളുടെ ടിഷ്യൂ പേപ്പർ ഒന്നില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഇവന് വേണ്ടി എടുത്തോണ്ട് വരാൻ പോകുമ്പോൾ ഇവിടെ സോങ്ങിനെ നാട്ടിച്ച് കളഞ്ഞില്ലാടാന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് ഓടിച്ചെല്ലും. അങ്ങനെ അതിനുശേഷം സോങ് വയറിളക്കം കാരണം ഹോസ്റ്റലിൽ ചെന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയാണ് നീ ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ തമാശക്ക് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് വിഷമിച്ച് എങ്കിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ റൂട്ട് കണ്ടെത്താൻ പോകാന്ന് പറഞ്ഞ് അവൾ ഫീൽഡിലേക്ക് ചെല്ലും. അങ്ങനെ അത് വെള്ളത്തിട്ട് കുടിക്കുവാണ് അവന്റെ വയറിളക്കം പെട്ടെന്ന് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനുവേണ്ടി ഇവരെല്ലാം അവളുടെ കൂടെ അത് കണ്ടെത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ കുറെ സമയത്ത് ഹുവാൻ തപ്പിയിട്ട് അവൾക്ക് ആ റൂട്ട് കിട്ടത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജിങ്ഷിയാണ് എന്റെ പൊന്നു മോളെ സ്വീറ്റ് പൊട്ടാറ്റോയുടെ റൂട്ട് കണ്ടെത്താൻ നിനക്ക് ഇത്രയും പാടോ ദാ കണ്ടില്ലേ എന്റെ ഇരിപ്പുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ എന്റെ റൂട്ടും എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എടാ മണ്ട ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോയുടെ റൂട്ടല്ലേ ചോദിച്ചത് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്ന ഒരു വേരിന്റെ പേരാ അല്ലാതെ ആ കിഴങ്ങല്ല ഞാൻ പിച്ചിക്കൊണ്ടുവരാൻ പറഞ്ഞു എന്നിന് ഇവള് പറയുമ്പം അവനാണ് ഷോക്കായിട്ട് എന്തുവാ സ്വീറ്റ് പൊട്ടാറ്റോയുടെ വേര് സ്വീറ്റ് പൊട്ടാറ്റോയുടെ അല്ലേ ഇതെന്തൊരു സാധനം ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത് ഇനിയിപ്പോ നീ പറഞ്ഞു പേര് ഞാൻ എവിടെ പോയി തപ്പും എന്നിന് ഇവരെല്ലാം വീണ്ടും കണ്ടെത്തുമ്പോഴാണ് അവസാനം അവനും ആ സ്വീറ്റ് പൊട്ടാറ്റോ പോലെ ഇരിക്കുന്ന ഒരു വേര് കിട്ടും. കാരണം ആ വേര് കാണാൻ കിഴങ്ങിനെ പോലെ ഉള്ള അതുകൊണ്ടാണ് ആ പേരിട്ട്. അങ്ങനെ അതിനുശേഷം അവരെ വേരെടുത്തോണ്ട് അവിടെ നോക്കുമ്പോഴാണ് ജിങ്ഷി സോങ്ങിന് കുടിക്കാൻ വെള്ളം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ഹുവാനും ഇനി ഞാൻ ഉണ്ടാക്കി തന്ന ഫുഡ് കാരണമാണോ അവന് വയറിളകിയെന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ സംസാരിച്ചോണ്ട് വരുമ്പം അവിടെയൊക്കെ വരുന്ന ശീശയാണ് സോങ്ങിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവരോട് ചോദിക്കും. അപ്പോഴാണ് ലീഡറും അവന് വയറുവേദനയായതുകൊണ്ട് ഹോസ്റ്റലിൽ റെസ്റ്റ് എടുക്കാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവരോട് നോക്കുമ്പോഴാണ് ശീശി ഇത് കേട്ട് അവനോർത്ത് ഫീൽ ചെയ്യും. ഇതേ സമയം അവന്റെ വയറ്റ് വയ്ക്കാൻ വേണ്ടി ജിങ്ഷി ചൂടുവെള്ളമായിട്ട് പോകുമ്പോഴാണ് സോങ് ആണ് എനിക്ക് വയറിളക്കമുള്ള കാര്യം എല്ലാവരോടും പാട്ടാക്കിയാൻ ചോദിക്കും. അപ്പോഴാണ് ജിങ്ഷിയും ഞാൻ അത് എല്ലാവരോടും പറഞ്ഞോണ്ടല്ല ഹുവാൻ നിനക്ക് വേണ്ടി വേരൊക്കെ കണ്ടെത്താൻ പോയെന്ന് പറഞ്ഞ് ഇവന് വേണ്ടി മരുന്ന് റെഡിയാക്കുവാന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന സോങ്ങും എങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാതെ ഇവനെ തന്നെ ആ മരുന്നെടുത്തോണ്ട് വരാൻ വേണ്ടി പറയും. അങ്ങനെ ഇത് കേട്ട് ജിങ്ഷിയും അവളും എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ സോങ് നീ എടുത്തോണ്ട് വാടാന്ന് പറഞ്ഞ് അവൻ അതിൽ തന്നെ ഉറച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷി ഇവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes